ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കർക്കിടക വാവായതുകൊണ്ട് അമ്പലത്തിൽ പോക്കാണ്. അതെ ഗൈസ്, കർക്കിടക സ്പെഷ്യൽ എങ്ങോട്ട് പോകുന്നത് അറിയാം. നമ്മൾ തുണ്ടിക്കോത്ത് ടെമ്പിളിൽ പോക്കാണ്. അതെ ഗൈസ്, നമ്മൾ തുണ്ടിക്കോത്ത് ടെമ്പിളിൽ പോക്കാണ്. ഇന്നൊരു സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മയും കൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡാണ്. ചോറിന് മുമ്പ് കാണാം. നമ്മളെ അമ്പലത്തിലെ ടോട്ടൽ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം. ഇപ്പോഴേ ചെയ്ത് വെച്ചോളൂ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് സബ് ഫുൾ വെള്ളം കയറിയിട്ടുള്ളൂ. വയലിലൊക്കെ നല്ലതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. വയൽ കാണിക്കും. അത് ഗൈസ് കൊട പിടിക്കി കൊടയും വെച്ചിട്ടാണ് ഗൈസ് മഴ നനയുന്നത്. രണ്ട് കൊടയുണ്ട് ഗൈസ്. വയൽ കാണിക്കും. വയൽ മൊത്തം വെള്ളം ഗൈസ്, ഇവിടെ ആമ്പലും ഇത് കണ്ടോ, അടിയിൽ കണ്ടോ, അടി നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ കരുതുന്നു. കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം ഗൈസ്, നമ്മളെ പോസ്റ്റ് ചെയ്യാം ഈ ചിത്രം. നമ്മളപ്പോൾ അമ്പലത്തിലേക്ക് വയലിലെ കൂടിയാണ് പോകുന്നത്. ഫുള്ള് വെള്ളമാണ് ഗൈസ്. ഇവിടെ അവന്തിയാണ് ബാക്കിൽ നിന്ന് അവളെ അമ്മേൻ്റെ ഒന്നിച്ച് വരിക ചെയ്യുന്നത്. ഫുള്ള് വഴുക്കാണ്. കാവിലേക്ക് വയലിൽ നടന്ന് പോക്കാണ്. എല്ലാവരും ബാക്കിലുണ്ട്. വഴുക്കുന്നതുകൊണ്ട് എല്ലാവരും മെല്ലെ വരുന്നുണ്ട്. സൂര്യകാന്തി എല്ലാം ഉണ്ട്. ഇവള് ഇവിടെ നിന്ന് പൂ പറിച്ച് നിൽക്കലാണ്. എല്ലാവരും ബാക്കിൽ നിന്ന് മെല്ലെ വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവള് പൂവെല്ലാം പറിച്ച് നടക്കലേ. സൂര്യകാന്തി പറിക്കാൻ പോയതാണ്. അപ്പോൾ നമ്മൾ നടന്ന് പോക്കാണെങ്കിൽ കുറേ ഉണ്ട്. നടക്കാൻ മടിച്ച് നടന്നിട്ട് എത്തുന്നില്ല. നല്ല മഴയും ഉണ്ട്. മഴയെങ്കിൽ നിൽക്കുന്നുമില്ല. അവന്തിയിടാ മെല്ലെ വരുന്നുണ്ട് ഗൈസ്. ഫുൾ വഴുക്കാണ്. അതുകൊണ്ട് മൂന്നാൾക്ക് ഒന്നിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. ഇത് ഒറ്റക്ക് തന്നെ നടക്കേണ്ട സ്പേസ് ഇവിടെ ഉള്ളൂ. ഇവിടെ ഞാൻ താഴത്ത് ചളിയിൽ നടത്തിച്ചിട്ടാണ് ഞാൻ ഇതിലെ ഫുൾ തോടാണെങ്കിൽ വെള്ളമുണ്ട്. കുറേ നടക്കാനുണ്ട്. ഇതാണ് ഗൈസ് ഒരാൾക്ക് പോകേണ്ട ഒരു വഴിയേ ഉള്ളൂ. വഴുക്കായതുകൊണ്ട് അവന്തി അവളെ അമ്മേൻ്റെ കൂടെയാണ് വരുന്നത്. വയലിൻ്റെ നടുക്കാണ് ഈ ടെമ്പിൾ വരുന്നത്. തെങ്ങെല്ലാം പോരിൻ്റെ വീണിട്ടുണ്ട് പോകുന്ന വഴിക്ക്. അയ്യോ അയ്യോ. ഞാനാണ് ഗൈസ് മുന്നിൽ പോകുന്നത്. വേഗം വാ, ഈ ആഴ്ച എത്തോ? അപ്പം നമ്മൾ തുണ്ടിക്കോത്ത് അമ്പലത്തിൽ എത്താനായി. ടെമ്പിൾ നമ്മൾ എത്തി ഗൈസ്. ഇതിൻ്റെ കുറച്ചേ പോണ്ടു. ഇത് കണ്ടോ ഗൈസ്, നടപ്പാത എൻ്റെ അമ്മ. ഇതുണ്ടോ, അമ്മ നടന്നു പോകുന്നുണ്ടോ? ഇടിയും തോടാണ്. ഫുള്ള് കാടാണ് ഗൈസ്. പൂവാടുന്ന മഴയൊന്നും കൊടുന്നില്ല. അപ്പം നമ്മള് തുണ്ടിക്കോത്ത് ടെമ്പിളിലെത്തി ഗൈസ്. ഇതിന് കുറച്ച് പോണ്ട്. എത്ര നടക്കണം, എൻ്റെ കാല് പോയി. ഒരു ഓട്ടോ നമുക്ക് അല്ലേ? മരമെല്ലാം പൊട്ടിക്കൊണ്ടല്ലോ ഇവിടെ. എന്നാ എൻ്റെ കൂടെ എടുത്തിനാ കൊടയും വെച്ചിട്ടാ മഴ കൊള്ളുന്നു.
നമ്മളിപ്പോൾ കാവിലെത്തി. അപ്പോൾ എല്ലാവരും താഴെ വാവ് വെക്കുന്നിടത്താണ് ഉള്ളത്. നമ്മൾ മൂന്നാളും പിന്നെ പ്രാർത്ഥിക്കാൻ വന്നു. നമ്മൾ കുറച്ച് ലേറ്റായിന് വരുമ്പോൾ. വാവ് വെക്കുന്നുണ്ട് കണ്ട ഗൈസ്. എൻ്റെ അമ്മേതാ ബാഗ് അവര് മഞ്ഞ കളർ പച്ചവെള്ളം ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. അപ്പം ഹൈവറിയൂ അപ്പം ബാക്കിൽ ഇവിടെ ഒരു ടെമ്പിളാണ്. അപ്പം കയ്യിലിടുക. കോയിനെ അടക്കലാണ് ഉണ്ടോ. ഷോർട്സ് അതടിക്കും.
എല്ലാവരും ഇപ്പോൾ തൊഴിലാണ്. അരിയിടെല്ലാം വേണം. നമ്മളും പോയി അരിയിടട്ടെ. എല്ലാവരും അരിമടിക്കണത്. കോഴിൻ്റെ കുടൽമാലയാണ് കത്തുന്നത് നടുക്ക്. നമ്മൾ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇരിക്കലാണ്. എനിക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല ഗൈസ്, കോയിന് ഇറക്കുന്നത് കണ്ടുകൊണ്ട്. ഇവക്ക് കണ്ടിട്ട് പേടിയായി. ഇവളാണെങ്കിൽ തലയിൽ കയ്യെല്ലാം വെച്ചിട്ടാണ് ഉണ്ടായി. അതുണ്ടോ കോയിൻ്റെ കുടൽമാല ആ നടുക്ക് ചൊറച്ചിട്ടിട്ടുണ്ട്. അടുത്ത് പോയി വീഡിയോ എടുക്കാൻ കഴിയില്ല, കുറേ ആളുണ്ട്. അയ്യോ, നീ പോയി എടുക്കുവോ വീഡിയോ? ഫോണുണ്ടോ? തീയിലിടർ. ഫുൾ മഴയാണ് ഗൈസ്. അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു മണിക്കൂർ പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്നെ വിശക്കുന്നത് പറയുന്നുണ്ട്. അപ്പം ഗൈസ് സാനിയർ ടീം ഫ്ലൈങ് ബാഗോ അല്ലെങ്കിൽ ഐസ്ക്രീം ടീം ഫ്ലൈങ് ബാഗ്. ശരിയാണ്, നമുക്കൊന്ന് അയക്കാത്ത തോന്നുന്നത്. വേഗം വിടാൻ തോന്നി. എത്ര വയസ്സായി പിന്നെ അന്വേഷിക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. ശിഖേനെ കണ്ടിട്ട് നമ്മളെ പ്ലാൻ ശിഖേന മതി അവർക്ക്. ഇവളെ ശിഖേന അയക്കാതെ ഞാൻ പറഞ്ഞു. ഇത്രക്ക് വയസ്സൊന്നും ആയിട്ടില്ല. ചോറുണ്ടാക്കി ചോറ് നന്നായിട്ട് അവർക്ക് ഇവിടെ ഫുഡിന് വേണ്ടി മാത്രം വന്നത്. നമ്മൾ ഇവിടെ ഭാവിൻ്റെ ഇത് കാണാൻ, ചടങ്ങ് കാണാൻ വന്നിട്ട് ഇവിടെ വന്നായിരുന്നേ ചോറായോ ചോറായോ എന്ന് വെച്ച് നടക്കുന്നു. ഇവിടെ ഇവിടെ പുകയുന്ന കാണായിട്ട് ഇവിടെ അടുക്കളയിൽ വരെ വന്ന് നോക്കുക. വീട് എത്താൻ മുന്നിലേ വീട്ടിലെത്തണോ, ആടുന്ന് വീട് എത്താൻ മുന്നിലേ ചോറും കിട്ടണം. ഇതാണ് അവസ്ഥ. തിരി മുഖ്യം. അടിയല്ല ഇവിടെ ഫുഡ് വെക്കുന്നത്. ഇങ്ങനത്തെ നാന ശിവരാത്രിക്ക് വ്രതം എടുക്കണ്ടേ. നല്ല മഴയാണ്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയും ചെയ്യുന്ന മഴയെല്ലാം കുറച്ച് നമ്മളതിന് വീട്ടിൽ പോകും. ഇവളാണ് ഇവിടെ വിഷമിച്ചില്ല. ഇവർക്ക് ഭയങ്കര ബോറടി. നമ്മളിപ്പോൾ ടെമ്പിളിൽ മഴയാണ്. മഴ ഉള്ളിൽ ഇപ്പം ആദ്യ വെച്ചുകൊടുക്കൽ നടക്കുന്നുണ്ട്. പുറത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇപ്പം ആദ്യ വെച്ചുകൊടുക്കലും കഴിഞ്ഞ് ഫുഡ് കൊടുക്കും. ഫുഡിലാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നത്. ഇവിടെ ഫുഡിന് വേണ്ടി മാത്രം വന്നതാണ്. വെറും കുരുത്തക്കടാണ്. ഇപ്പോൾ താഴെ ഫുള്ള് തിരക്കാണ്. ഇരിക്കാൻ പോലും ഇപ്പോൾ സീറ്റിൽ ആൾ കൂടി വരുന്നുണ്ട്. അവിടെ ഉള്ളിലിപ്പോൾ ആദ്യ വെച്ചുകൊടുക്കൽ നടക്കുന്നുണ്ട്. തിരക്കായതോടെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അവന്റെയാണെങ്കിൽ ഇവിടുന്ന് ഫുള്ള് കുരുത്തക്കെടാന്ന് ഓടി കളിക്കുകയോ ചെയ്യും. ശിവ അതിന് പറ്റിയ ഓളം ചെന്നെ ഓടി നടക്കുന്നുണ്ട്. എന്താണ് നട്ടെ? അപ്പം നമ്മൾ ചോറിനും ക്യൂ നിൽക്കുകയാണ്. അപ്പം ഗായ്സ് നമ്മൾ ചോറുന്ന ചോറുന്നതിയാണ്. ലാസ്റ്റ് ചക്ക പായസം ഉണ്ട് ഗൈസ്. അതാണ് ഇവിടുത്തെ ഫേവറേറ്റ്. അടിപൊളിയാണ്. കർക്കിടവാവ് സ്പെഷ്യലാണ് ഗൈസ് ചക്ക പായസം. കർക്കിടവാവ് സ്പെഷ്യലാണ് ഗൈസ് ചക്ക പായസം. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ 5ാമത്തെ 6ാമത്തെ ആമറ്റാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ചോറ് ഇഷ്ടപ്പെട്ടു. അപ്പം ഗൈസ് നമ്മളിത് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുത്താന്ന് ബസ്സിലാണ് വന്നതുകൊണ്ട് കൂടുതൽ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതെ ഗൈസ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. 1 തൊട്ടാൽ 3 എന്നല്ല പറയുന്നത്. ശില്പനെ വേഗം പോയിന്. അതുകൊണ്ട് ഞാൻ എന്താണ് അത് പറയാനുള്ള കാരണം എന്നറിയോ? കാരണം നമ്മൾ കരുതി ബസ്സിലല്ല വരുന്നത്, നടന്നിട്ടാണ് മണ്ടത്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വയലിൽ വീടെടുക്കാൻ വിചാരിച്ചു. പക്ഷെ നമ്മള് വരുമ്പോ ബസ്സിലായിരുന്നു.